എൻ്റെ പേര് ഷാജിമോൻ. ഞാൻ പള്ളത്താണ് താമസിക്കുന്നത്. 3 കുട്ടികൾ, ഭാര്യ. 2019 എല്ലാവർക്കും കോഡ് വന്ന കൂട്ടത്തിൽ എനിക്കും കോഡ് വന്ന് ഞാൻ വാക്സിൻ എടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആശാ വർക്കർമാർ വന്നിട്ട് പറഞ്ഞു, എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യും, കേസ് ഫയൽ ചെയ്യും. അങ്ങനെ 1 ഡോസ് മാത്രം എടുത്തു, കോവിഷീൽഡ്. പക്ഷെ അതിന് ശേഷം 30 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ കൗണ്ടിങ് കുറയുന്നു, ബ്ലഡ് ക്ലോട്ട് ആകുന്നു. അങ്ങനെ എൻ്റെ ഫ്ലൂയിഡ് മുഴുവൻ പറ്റിപ്പോയിട്ട് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് പറഞ്ഞ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അധികം നാൾ എന്ത് ചെയ്യത്തില്ല, അധികം മണിക്കൂറിനുള്ളിൽ ജീവിച്ച് ഇരിക്കത്തില്ല. ഞങ്ങൾക്കിവിടെ സൗകര്യക്കുറവുള്ളതുകൊണ്ട് കാരിത്താസിലോ മാതയിലോ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ നേരെ നമ്മുടെ ഭാരതിൽ വന്ന് 12 ദിവസം ക്രിട്ടിക്കൽ ഐസിയിൽ മരണത്തോട് മുഖാമുഖം കിടന്നു. ദൈവത്തിൻ്റെ കൃപ, ഞാൻ പുറത്തു വന്നു. പക്ഷെ പിന്നെ 8 മാസം ഞാൻ വീടിലെ ബെഡിൽ റെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. എൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വന്നിട്ട് വിരലുകളൊക്കെ ചത്തുകൊണ്ടിരിക്കും. അങ്ങനെ സർജനെ കാണിച്ചു. എൻ്റെ കാലിൽ ഏകദേശം 8 സർജറി കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി, നിങ്ങളൊന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉപയോഗിക്കാം, പൈസ ഇപ്പോൾ തരുന്നില്ല, കാരണം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് എൻ്റെ ഇല്ല. അദ്ദേഹം വിശ്വാസത്തോടെ എന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് ഉപയോഗിക്കും. എന്തായാലും ഞാനത് ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ സർജറി ചെയ്ത ഭാഗം ഡ്രസ്സ് ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങൾ വേറെ വെള്ളമൊന്നും ഉപയോഗിക്കണ്ട, സലൈൻ വാട്ടർ ഒന്നും ഉപയോഗിക്കണ്ട. നമ്മളുടെ ബോട്ടിലിനകത്ത് ഈ പാടി ചുറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം, ഡ്രസ്സ് ചെയ്യണം. ഞാൻ 30 ദിവസം, എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് 4 മാസം കൊണ്ട് എന്ത് ചെയ്യുള്ളൂ, മുറിപോണം. ഇതിൻ്റെ സർട്ടിഫൈ ചെയ്ത ആള് ഞാൻ ഈ നമ്മുടെ ഭാരതത്തിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ ചികിത്സ ഒരു തൃപ്തികരമല്ലാഞ്ഞിട്ട് തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം താമസിക്കുന്ന ചക്കുളത്താണ്, അതായത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൊച്ചുമോനാണ്. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് അദ്ദേഹം എനിക്ക് മരുന്ന് കുറിച്ച് തന്നിട്ട്, ഈ മരുന്ന് ഇവിടെ കിട്ടുന്നില്ല, അബുദാബി അല്ലെങ്കിൽ കൊറിയ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം, വരുത്തിക്കണം. ആ ഗുളിക കഴിക്കണമെങ്കിൽ 20 ദിവസത്തെ ഗുളികയ്ക്ക് 6000 രൂപയ്ക്ക് മേളിൽ ചിലവാകും. പക്ഷേ 20 ദിവസത്തെ ഗുളികയുടെ അവർ തരത്തില്ല, 4 മാസത്തേക്കുള്ള ഒന്നിച്ച് തരികയുള്ളൂ. ഭയങ്കര സാമ്പത്തികം. അതായത് ഞാൻ ഭാരതിൽ 6,40,000 രൂപ മുടക്കി ജീവൻ പുറത്തെടുത്ത് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം 13 ലക്ഷം രൂപയുടെ ചികിത്സ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2 കാലിലെ 2 വിരൽ മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്നു. പറയട്ടെ, ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇത് കിടക്കുമ്പോൾ, ബെഡിൽ കിടക്കുമ്പോഴേ ഭയങ്കര അസ്വസ്ഥത. കാരണം ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ പായുമ്പോൾ അസഹനീയമായ വേദനയാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ ഒരു ഭയങ്കര റിക്കവറി ഉണ്ടാകും. എൻ്റെ കാലുകൾ കരിയാൻ, ഈ വെള്ളം ഒഴിച്ച് കഴുകി ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ 1 മാസം കൃത്യമായിട്ട് 4 മാസം പറഞ്ഞെടുത്ത് 1 മാസം കൊണ്ട് എൻ്റെ വിരലൊക്കെ എന്ത് ചെയ്തു, കരിയാൻ. ഭയങ്കര റിസൾട്ട്. പക്ഷെ അപ്പോഴും എനിക്ക് തന്ന ആൾ പറഞ്ഞു, നിങ്ങൾ രംഗത്തിറങ്ങി എന്ത് ചെയ്യണം, ഇത് പരസ്യം ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യത്തില്ല. കാരണം എൻ്റെ ശരീരത്തിൽ പൂർണ്ണമായൊരു മാറ്റം വരാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ആരോടും ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറയത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത്ര ഭാഷയാണ്. ഞാൻ പറയും, എനിക്ക് ഉപയോഗിച്ച സാധനത്തിന് കൃത്യമായ ഒരു റിസൾട്ട് പറയണമെങ്കിൽ ഞാൻ അത് അനുഭവിക്കണ്ടേ. അങ്ങനെ ഞാൻ ഏകദേശം 7 മാസത്തിന് ശേഷം എനിക്ക് ഭയങ്കര മാറ്റം തുടങ്ങി. എനിക്ക് നടക്കാൻ തുടങ്ങി, ഞാൻ ഓടിച്ചാടി നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അതുവരെ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ചോദിക്കുന്ന പലരുമുണ്ട്, ഇനി എന്നാണ് പോകുന്നത്, അധികം നാളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ഫ്രണ്ട്. എൻ്റെ അയൽവക്കക്കാരനാണ് സാർ രാമൻകുട്ടി. അദ്ദേഹത്തിനോട് 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് സുഹൃത്ത് പറഞ്ഞത് നല്ല പ്രൊഡക്റ്റാണ്, ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ മാറ്റം കൊണ്ട് ഒരു ദിവസം വൈകിട്ട് വന്നു, പകലൊന്നും വന്നില്ല, വൈകിട്ട് എൻ്റെയൊക്കെ വന്നിരിക്കുന്ന ഒരു ഷാജി, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്. അപ്പം ഞാൻ 1 by 1 ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നത് രാവിലെ വന്ന് ഈ കാര്യമൊക്കെ ചോദിച്ച് എന്നെ മനസ്സിലാക്കിയിട്ട് പോയാൽ, അപ്പോൾ പുള്ളിക്കാരി എന്ന് പറഞ്ഞു, ഇതുപോലെ അദ്ദേഹത്തിന് ഭയങ്കര മാറ്റമുണ്ട്. രാമൻകുട്ടി അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ചില അസ്വസ്ഥതര, കാരണം അദ്ദേഹത്തിന് ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയുണ്ട്, കളിപ്പീരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, എൻ്റെ റിസൾട്ട് ഇതാണ്,
പക്ഷെ ഞാൻ ഇപ്പോഴും രംഗത്ത് ഇറങ്ങത്തില്ല. നിങ്ങൾക്കിത് വിശ്വാസം ഉപയോഗിക്കാൻ പറ്റും. അദ്ദേഹം ഉടനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന്, ഞാൻ പറയാം എൻ്റെ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്താൻ ഞാൻ എന്നോട് പറഞ്ഞത് വേണ്ട, എൻ്റെ സുഹൃത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് മേടിച്ചോളാം. മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അദ്ദേഹം അത് അതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിക്കാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജി ഭയങ്കര മാറ്റം. ഇത് എന്നോട് ചോദിച്ചു ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പം ബിസിനസ് ഒന്നുമില്ല, നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കും. സത്യത്തോടെ ഇപ്പോൾ അദ്ദേഹത്തെ 1 ലക്ഷത്തിൻ്റെ കണക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു നിന്നു. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല, ഇതുവരെ ബിസിനസ് ആരംഭിച്ചിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 85% വരെ ഭയങ്കര ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ഒരല്പസമയം കൂടി ഉണ്ട്. കാരണം ചില അസ്വസ്ഥതകൾ ശരീരത്തിലുള്ളതുകൊണ്ട് ഒരാളെ മുന്നിൽ ചെന്നിട്ട് ഈ പ്രൊഡക്റ്റിനോട് കുറിച്ച് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് പൂർണ്ണമായോ? കള്ളത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ബിസിനസ്സിനകത്ത് നമ്മൾ ആദ്യം പാലിക്കേണ്ടത് കാര്യം എന്നാന്ന് വെച്ചാൽ സത്യസന്ധത ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്ന കാര്യത്തിൽ കൃത്യത ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ ഇവിടെ സാർമാർ പറഞ്ഞിട്ട് 1 രൂപ പോലും മുടങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ സത്യസന്ധതയാണ് ആ ബിസിനസ്സിന് എന്ത് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്. കാരണം ഞാനിപ്പോൾ മെഡിസിൻ കഴിക്കുന്നില്ല. മെഡിസിൻ നിർത്തിയിട്ട് ഏകദേശം 7 മാസം കഴിഞ്ഞു. ആകെ എടുക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നൊരു സാധനം ഒരു നേരം എടുക്കണം എന്നുള്ളത്. കാരണം എൻ്റെ ബ്ലഡ് ഷുഗർ ഒന്ന് കൂടിയത് കൊണ്ട് അതൊന്ന് ക്രമീകരിക്കാം. നേരത്തെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ട് ഇപ്പോൾ മെഡിസിൻ ഇല്ല. 7 മാസമായിട്ട് മെഡിസിൻ ഇല്ല. പക്ഷേ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഉറങ്ങണമെങ്കിൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണം. ഈ രോഗാവസ്ഥ വന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം 4-5 മാസം